ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഷോർട്ട് വെക്കേഷൻ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പം റിയാദ് ടു ഡൽഹിയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഫ്ലൈനാസ് എയർലൈൻസിനാണ് പോകുന്നത്. എൻ്റെ ഫ്ലൈറ്റ് ടൈം എന്ന് പറയുന്നത് റിയാദ് ടൈം 8:45 ഈവനിങ് ആണ്. 4 o'clock ഒക്കെ ആയപ്പോൾ തന്നെ വണ്ടി വന്ന് പിക്ക് ചെയ്ത് നമ്മൾ എയർപോർട്ടിലേക്ക് യാത്ര ആരംഭിച്ചിരുന്നു. മനസ്സിനുള്ളിൽ നല്ല ഉത്കണ്ഠയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ലഗേജിൻ്റെ വെയിറ്റൊക്കെ കറക്റ്റാണോ, അല്ലെങ്കിൽ ഫ്ലൈറ്റൊക്കെ കറക്റ്റ് ടൈമിൽ വരുമോ, ഇതൊക്കെ ആയിരിക്കും ടെൻഷൻ. ഈ ഏരിയയിലൂടെ നമ്മൾ അധികം എങ്ങോട്ടും പോകാറില്ല. എയർപോർട്ടിൽ പോകുന്ന ടൈമിൽ മാത്രമാണ് കൂടുതലും നമ്മൾ ഈ ഒരു റോഡിൽ കൂടെയൊക്കെ പോകാറുള്ളത്. വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് റോഡുകളും ഒക്കെ. കാരണം ടൂറിസ്റ്റുകളെ വളരെയധികം ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സൗദി. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നവീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമ്മളെ ഹോസ്റ്റലിൽ നിന്ന് വളരെ നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്തിക്കാറുണ്ട്. കാരണം ട്രാഫിക് ബ്ലോക്കൊക്കെ ഉള്ള ടൈം ആയതുകൊണ്ടാണ് അവർ നേരത്തെ എത്തിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേറൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ലേറ്റ് ആകുമെന്നുള്ളത്. എയർപോർട്ടിനോട് അടുക്കും തോറും അധികം ബിൽഡിങ്ങുകളൊന്നും കാണാൻ കഴിയത്തില്ല. കാരണം കൂടുതലും അവിടെ ഈന്തപ്പനത്തോട്ടങ്ങളും അങ്ങനെയൊക്കെയാണ് കാണുന്നത്. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് റിയാദ് കിങ് ഖാലിദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. അതിന് 5 ടെർമിനലുകളാണുള്ളത്. 1 to 4 എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ടെർമിനലും 5-മത്തെ ടെർമിനൽ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ടെർമിനലുമാണ്. എയർപോർട്ടിൻ്റെ അകത്തും പുറത്തുമായിട്ട് ഇപ്പോഴും കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ കൂടെ ഒരു ഈജിപ്ഷ്യൻ സ്റ്റാഫ് കൂടി ഉണ്ടായിരുന്നു. അവരുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് ടെർമിനൽ 4-ലാണ്. അവിടെ അവരെ ഇറക്കിയതിന് ശേഷം എൻ്റെ ഫ്ലൈറ്റ് വരുന്നത് ടെർമിനൽ 1-ലാണ്. അവിടേക്ക് ഞങ്ങൾ പോയി. റിയാദ് എയർപോർട്ട് എപ്പോഴും നല്ല തിരക്കാണ്. ഞാൻ എപ്പോഴും പോകാറുള്ളത് സൗദി എയർലൈൻസിനാണ്. ഹജ്ജ് പ്രമാണിച്ച് സൗദി എയർലൈൻസ് എല്ലാം കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ പ്രൈവറ്റ് ഫ്ലൈറ്റായ ഫ്ലൈനാസിന് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്.
അങ്ങനെ ഫൈനലി നമ്മൾ ടെർമിനൽ 1-ലെത്തി. ഇനിയും ചെക്ക് ഇൻ സെക്ഷനിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അങ്ങനെ ചെക്ക് ഇൻ സെക്ഷനിലേക്ക് പോയി ലഗേജ് എല്ലാം കൊടുത്ത് ചെക്ക് ഇൻ കഴിഞ്ഞപ്പോഴത്തേന് പകുതി സമാധാനമായി. ഹോസ്റ്റലിൽ നിന്ന് നേരത്തെ തന്നെ എത്തിച്ചതുകൊണ്ട് നമുക്ക് എയർപോർട്ടെല്ലാം കറങ്ങി കാണാനുള്ള ഒരുപാട് സമയമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ ഒന്ന് കറങ്ങി നടന്ന് എല്ലാം കണ്ടു. നമുക്ക് സാധനങ്ങളൊന്നും പ്രത്യേകിച്ച് വാങ്ങാനില്ലായിരുന്നു. എല്ലാവിധ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. കൂടുതൽ പ്രൈസ് വ്യത്യാസമൊന്നുമില്ല, കുറച്ച് പ്രൈസ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ലഗേജൊക്കെ ഒരുപാട് കൂടുതലുള്ളവർ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇവിടുന്ന് തന്നെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. വെറൈറ്റികളായ ചോക്ലേറ്റ് ഐറ്റംസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ അതൊക്കെ ഇത്തിരി കോസ്റ്റ്ലിയാണ്. അല്ലാതെ നോർമലായിട്ടുള്ള ചോക്ലേറ്റുകളൊക്കെ ഇവിടെ അധികം റേറ്റ് വ്യത്യാസമൊന്നും തന്നെ ഇല്ല. എല്ലാവിധ സാധനങ്ങളും ഡ്യൂട്ടി ഫ്രീയിൽ അവൈലബിൾ ആണ്. ടാങ്കും ചോക്ലേറ്റും ക്രോക്കറി ഐറ്റംസും അങ്ങനെ വാച്ച് ഐറ്റംസ്, കോസ്മെറ്റിക് ഐറ്റംസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. കുറച്ച് പൈസയുടെ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. റിയാദ് എയർപോർട്ടിൽ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് വെയിറ്റ് ചെക്കിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഡ്യൂട്ടി ഫ്രീന്ന് ധൈര്യമായിട്ട് വാങ്ങിയിട്ട് പോകാൻ കഴിയും. ദുബായ് പോലെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് വെയിറ്റ് ചെക്കിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഇതുപോലെ വാങ്ങാൻ കഴിയത്തില്ല. പക്ഷേ റിയാദിൽ അങ്ങനെയല്ല, ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് വെയിറ്റ് ചെക്കിംഗ് ഒന്നുമില്ല. തരത്തിലുള്ള ഡേറ്റ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഡ്യൂട്ടി ഫ്രീ ഒക്കെ ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം നമ്മൾ എയർപോർട്ടിനകത്തേക്ക് നീങ്ങി. അവിടെ വളരെ മനോഹരമായിട്ടാണ് എല്ലാം ചെയ്തേക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ടെർമിനൽ 1-ൽ വരുന്നത്. വളരെ സുന്ദരമായിട്ടാണ് ഈ ടെർമിനൽ അലങ്കരിച്ചിരിക്കുന്നത്. ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാനുള്ള എല്ലാവിധ അലങ്കാരങ്ങളും അവിടെയുണ്ട്. ഒരു മനോഹരമായ വാട്ടർ ഫൗണ്ടൻ അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അത് നോക്കി നിൽക്കാൻ നമുക്ക് തോന്നിപ്പോവും. എയർപോർട്ടിനകം വളരെ മനോഹരമായിട്ടാണ് ഗാർഡൻ ചെയ്തിരിക്കുന്നത്. ഞാൻ വളരെ നേരത്തെ എയർപോർട്ടിൽ എത്തിയത് കൊണ്ട് തന്നെ എൻ്റെ ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് നമ്പർ ഇതുവരെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. കുറേ നേരം അതുവഴി കറങ്ങി നടന്ന് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും ഡിസ്പ്ലേ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് നമ്പർ ഷോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഗേറ്റ് നമ്പറിലേക്ക് മൂവ് ചെയ്തു. അങ്ങനെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിനകത്തേക്ക് കയറി. അപ്പം മനസ്സിനുള്ളിലുണ്ടായിരുന്ന കംപ്ലീറ്റ് ടെൻഷനും മാറി ഫ്രീ ആയിട്ട് സന്തോഷമായിട്ട് നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലൂടെ ഫ്ലൈറ്റിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. അങ്ങനെ നാട്ടിലെ സമയം ഒരു 3:40 ഒക്കെ ആയപ്പോൾ ഞാൻ ഡൽഹി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ നിന്ന് ലാൻഡ് ചെയ്തതിന് ശേഷം ഡൽഹി എയർപോർട്ടിലൂടെ കുറേയധികം നമുക്ക് മുന്നോട്ട് പോയെങ്കിലേ ഇമിഗ്രേഷൻ കൗണ്ടറിൽ എത്താൻ കഴിയുള്ളൂ. വളരെയധികം ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്.
അങ്ങനെ ഫൈനലി എമിഗ്രേഷൻ കൗണ്ടറിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എമിഗ്രേഷൻ കൗണ്ടറിൻ്റെ അവിടെ നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒന്നും അധികം എടുക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മളധികം ഫോട്ടോസും വീഡിയോസും ഒന്നും അവിടെ അടുത്തേക്ക് എടുത്തിട്ടില്ല. അങ്ങനെ ഫൈനലി ബാഗേജൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം എയർപോർട്ടിന് വെളിയിലേക്ക് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ കുട്ടി പട്ടാളങ്ങൾ ഹസ്ബൻഡും ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ. അങ്ങനെ നമ്മൾ വണ്ടിയിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴുള്ള മനസ്സിലെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതിനൊരു വാക്കുകളില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അവരുടെ ഹാപ്പിനെസ്സും ഒക്കെ കാണുമ്പോൾ അവരൊരു ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഫൈനലി ഗുരുഗ്രാം അല്ലെങ്കിൽ ഗുഡ്ഗാവ് റോഡിൽ കൂടെ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാനൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ആദ്യം തന്നെ എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം ഫുഡ് ഓർഡർ ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഫൈനലി ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് പൊന്നുകൂട്ടനും ചിണ്ടുകൂട്ടനും തമ്മിൽ വാക്ക് തർക്കമായി ആര് തുറക്കും ആദ്യം എന്നുള്ളത്. അങ്ങനെ ഫൈനലി പൊന്നു മാറിക്കൊടുത്തു. എപ്പോഴും വീട്ടിലെ മൂത്ത കുട്ടികളാണല്ലോ മാറിക്കൊടുക്കുന്നത്. ഇളയ കുട്ടികൾക്കാണ് പ്രയോറിറ്റി കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലായിടത്തും അങ്ങനല്ലേ? അങ്ങനെ അവർ കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ കൈ കൊണ്ട് തന്നു. അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയൊക്കെ അവർ പറയുകയാണ്. അവർക്കും ഒരു ക്യൂരിയോസിറ്റിയാണ് എന്താണ് ഇതിനകത്തുള്ളതെന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലി ഞാൻ ഓപ്പൺ ചെയ്തു. അതിനകത്ത് ക്യാൻഡിലും അതുപോലെ തന്നെ മണി പ്ലാന്റുമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ചെടികളൊക്കെ. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഹസ്ബൻഡ് മണി പ്ലാന്റ് എനിക്ക് വേണ്ടി വാങ്ങി തന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടമായി എൻ്റെ ഗിഫ്റ്റൊക്കെ. അങ്ങനെ ഇന്നത്തെ എൻ്റെ റിയാക്ട് ടു ഡൽഹി ഷോർട്ട് വെക്കേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.